ആൾ എന്നോട് പറഞ്ഞു കല്യാണമൊക്കെ കഴിക്കാം, 1 വർഷം ജോലിക്ക് പോകാൻ പറ്റൂല. ആ മനോഹരമായിട്ട് എങ്ങനെ പോയോ അതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. അതെല്ലാവർക്കും പറ്റില്ല. 6 മാസം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. ഞാനൊരു തേപ്പുകാരി പോത്തില്ല, അല്ലെങ്കിൽ ആദ്യത്തെ പ്രണയം പൊളിഞ്ഞ് അതിങ്ങോട്ട് പോന്നു. അടുത്ത ആളെയും പ്രണയിച്ചിട്ട് ആ ആളെയും ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു അമ്മ പറയുമ്പോ ശരിക്കും പറയണം. സാധാരണ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു അസുഖം എന്ന് പറയുമ്പോൾ സങ്കടം, വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീട് ഫുള്ളായിട്ട് ഡള്ളായിട്ടിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ കല്യാണ വീടായിരുന്നു. അച്ഛൻ മരിക്കണം അന്ന് തീർത്തും പറയുമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയായിരുന്നു. പക്ഷെ അമ്മ ധൈര്യം കൊടുത്തു, വേണ്ട ചേട്ടാ നമുക്ക് നോക്കാം. എന്നോട് സ്കൂളിലെ ടീച്ചർമാര് ചോദിച്ചിട്ടുണ്ട്, അച്ഛന് കൂലിപ്പണിയാണോ? അച്ഛൻ 53 വയസ്സിൽ മരിച്ചു പോകുമ്പോൾ നമുക്ക് ജപ്തി വന്നു. എന്ത് ചെയ്യണം എന്നറിയില്ല. 10ാം ക്ലാസ്സിന്റെ വലിയ എക്സാം, അതിന്റെ 1 മാസം മുന്നേ ഞങ്ങൾക്ക് നാട് വിടേണ്ടി വന്നു. ആളുകൾ ചോദിക്കുന്നു ചേട്ടൻ്റെ അടുത്ത്, നിനക്ക് മാത്രമേ ഒരു ഭാര്യ മോളോ ഉള്ളൂ എന്ന് ചോദിക്കുന്നു. പിള്ളേരില്ലാത്ത കാരണമായിരിക്കും അല്ലേ ഇത്ര അധികം സ്നേഹം. ചേട്ടന് ഒരുപാട് പൈസ ഉണ്ടായിരുന്നില്ല, കടം ഉണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഹസ്ബൻഡ് വൈഫ് ജീവിക്കുന്നു കണ്ടിട്ട് എനിക്ക് ഒരു കൊതിയുമില്ല. അയ്യോ അവരങ്ങനെ ഞാനിങ്ങനെ. എനിക്ക് ഉള്ള സമയം ചേട്ടൻ്റെ വരുമാനത്തിനേക്കാളും അപ്പുറം കുറേ സിനിമയ്ക്ക് കൊണ്ടുപോയി വലിയ വലിയ ഡ്രസ്സ് മേടിച്ചൊന്നും അതൊന്നുമല്ല. സന്തോഷമായിട്ട് സ്നേഹിച്ചും നല്ല രീതിയിൽ തന്നെ നോക്കി തന്നെ മോളെ. ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും പിന്നെ എന്താണ് ഫാമിലിയിൽ ഇത്ര ഇതായിട്ട് നിങ്ങൾ പിന്നെ പറയാതിരുന്നത്? അത് വേറൊരു കഥയാണ്. അല്ല, ആത്മാഭിമാനത്തിന്റെ അല്ല, സഹായിക്കുന്നതിന് എല്ലാവർക്കും ഒരു ലിമിറ്റ് ഇല്ലേ? നമ്മൾ 1 സഹായിച്ചു, 2 സഹായിച്ചു, ഈ അച്ഛൻ്റെ വീട്ടുകാരായാലും അമ്മയുടെ വീട്ടുകാരായാലും സഹായിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, സഹായിച്ചു. അച്ഛന് ഒരു KSFയിൽ വലിയൊരു കട ഉണ്ടായിരുന്നു. അത് നമുക്ക് ജപ്തി വന്നു. നമുക്കല്ല, അത് ഒപ്പിട്ട് 90,000 രൂപ ഒപ്പിട്ടത് വീട്ടിലെ ചേച്ചി, മൂത്തേട്ടത്തിയമ്മ ഗസറ്റഡ് ഓഫീസറായിരുന്നു ഏട്ടൻ്റെ ഭാര്യ. പിന്നെ ഒരു അനിയനും ഒക്കെ ആയിരുന്നു, അവർ ബാങ്ക് ജോലിക്കാരൊക്കെ ആയിരുന്നു. പക്ഷേ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ക്ഷീണം ഉണ്ടായിരുന്നു അടയ്ക്കാനൊക്കെ. അച്ഛൻ്റെ മരിച്ചിട്ട് കിട്ടുന്ന പൈസ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരും. നമുക്ക് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്നോ എനിക്കൊരു ജോലി കിട്ടുമെന്നോ എനിക്കും അമ്മയ്ക്കും അറിയില്ല. കാരണം ഞങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഒരു റെയിൽവേക്കാരില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ ജോലിയാണെങ്കിലോ ഇങ്ങനെ അതായത് ട്രാക്കിലുള്ള ജോലിയാണ്, ഇത്ര ശമ്പളമേ ഉള്ളൂ, വലിയ ഹൈഫൈ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജീവിച്ചിരുന്ന ചുറ്റുപാട് അങ്ങനെയാണ്. അപ്പൊ റെയിൽവേ ജോലിയൊന്നും അല്ല. നമ്മുടെ അച്ഛൻ്റെ വീട്ടുകാർ മൊത്തം ഗൾഫുകാരാ. അപ്പൊ നമ്മൾ കാണുന്ന ലൈഫ് അതാണ്. അച്ഛൻ്റെ ജോലി എന്താ? എന്നോട് സ്കൂളിലെ ടീച്ചർമാര് ചോദിച്ചിട്ടുണ്ട്, അച്ഛന് കൂലിപ്പണിയാണോ? അതായത് മീൻസ് പോട്ടർ പണിയില്ലേ, പോട്ടർമാരുടെ ജോലിയില്ലേ? അന്നത്തെ കാലത്ത് അച്ഛൻ ചോദിക്കും, അതായിരുന്നു അച്ഛന് ജോലി എന്ന് ചോദിക്കും. എനിക്ക് ജോലി പറയാൻ അറിഞ്ഞൂടാ. ട്രാക്കിലാണ് അച്ഛൻ. ക്ലാസ് 4 ജീവനക്കാരനായിരുന്നു. ക്ലാസ് 3 പിന്നെ വർക്കായിരുന്നു. അപ്പൊ അതെന്താണ് പണിന്ന് എനിക്ക് അറിയില്ല, ആ പ്രായത്തിൽ എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ കാണുമ്പോ ഹൈഫൈ ലൈഫ് ഒന്നും അല്ല എന്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ നല്ല ഹൈഫൈ അതാണ്. അപ്പൊ നമ്മള് അച്ഛന്റെ റെയിൽവേയിൽ ഇങ്ങനെയാണ്. അപ്പൊ എനിക്കും അമ്മയ്ക്കും അറിയില്ല അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആശ്രിതർക്ക് ജോലി ഉണ്ടെന്നും അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പെൻഷൻ അതിനോട് ചിന്തിച്ചിട്ടില്ല നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ. 53 വയസ്സായിരുന്നു അച്ഛൻ. 53 വയസ്സിൽ മരിച്ചു പോകുമ്പോ നമുക്ക് ജപ്തി വന്നു. മീൻസ് ഇവർക്ക് ജപ്തി വന്നു. എന്ത് ചെയ്യണം എന്നറിയില്ല. ഒരു സ്വർണത്തിന്റെ നൂലഴ നമ്മുടെ കയ്യിൽ ഇല്ല. ഉണ്ടായിരുന്നു അച്ഛൻ അവിടുന്ന് ഇവിടുന്നും പെറുക്കി കൂട്ടിയൊക്കെ ഉണ്ടാക്കി തന്നത് മൊത്തം പല നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് തന്നെ. ആത്മഹത്യ എന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ എന്തൊക്കെ നോക്കിയിട്ടുണ്ടോ അതുമാതിരി ട്രിച്ചി സൊസൈറ്റിയുടെ ഒരു ലോൺ ഉണ്ട്. അത് പുതുക്കി കൊടുത്ത് അച്ഛന് കുറച്ച് പൈസ കിട്ടും. അതെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ ആ പേപ്പർ തിരിച്ചു വരും. ഇവിടുന്ന് ട്രിച്ചി പോകണമെങ്കിൽ 1 ആഴ്ച 2 ആഴ്ച എടുക്കും. അച്ഛൻ ഇത് 2 ആഴ്ച കഴിയുമ്പോൾ കടക്കാരോടൊക്കെ ഒഴിവ് പറഞ്ഞിട്ടിരിക്കും. വീട്ടിൽ വരുന്നവരോടൊക്കെ ഒഴിവ് പറയും, ഞാനിങ്ങനെ സൊസൈറ്റി ലോണിന് പുതുക്കിയിട്ടുണ്ട്, അത് വരട്ടെ. 2 ആഴ്ച കഴിയുമ്പോൾ ആ പേപ്പർ തിരിച്ചു വരും, ഒരു ലെറ്റർ തെറ്റിയെന്ന് പറഞ്ഞിട്ട്. പിന്നെയും നമ്മൾ 2 ആഴ്ച കാത്തിരിക്കണ്ടേ? അങ്ങനെ കാത്തിരുന്ന് അത് മറികടക്കാൻ അച്ഛൻ അപ്പുറത്തുനിന്ന് മേടിക്കും. അങ്ങനെ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ, 10ാം ക്ലാസ്സിൻ്റെ വലിയ എക്സാം, അതിൻ്റെ 1 മാസം മുന്നേ ഞങ്ങൾക്ക് നാട് വിടേണ്ടി വന്നു. കായംകുളത്ത് നിന്ന് രാത്രി ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോന്നു. കാരണം അവിടെ നിൽക്കാൻ പറ്റില്ല, അച്ഛൻ്റെ ലോൺ പുതുക്കി ശരിയാവുന്നില്ല. 10ാം ക്ലാസ് അല്ലേ, നമുക്ക് പരീക്ഷ എഴുതണ്ടേ. അച്ഛൻ്റെ വീട്ടിൽ കുറച്ച് നിന്ന് പഠിക്കും, ലേബർ ഇന്ത്യയൊക്കെ ഉള്ള സമയം. ലേബർ ഇന്ത്യയിൽ ഒന്ന് കുറേ പഠിക്കും. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് പോകും. അപ്പൊ അപ്പുറത്തെ അതിനിടയ്ക്ക് എനിക്ക് ഇത്തിരി അസുഖങ്ങളൊക്കെ. ഞാൻ തിരുവനന്തപുരം റെയിൽവേ ആശുപത്രിയിൽ 1 മാസം കിടന്നു. അതിന് അച്ഛൻ കൂടുതൽ ബുദ്ധിമുട്ടിലായി. അച്ഛൻ ജോലിക്കും പോയിട്ടില്ല. അങ്ങനെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛന് അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു.
തലയെ കൊണ്ട് നടക്കാവോ, താഴത്ത് കൊണ്ട് നടക്കാവോ. അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ പണിക്ക് പോകത്തില്ല. അങ്ങനത്തെ ഒരു അച്ഛനായിരുന്നു. സുമു നിനക്ക് വയ്യേ? സാറേ വൈഫിന് തീരെ സുഖമില്ല, ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രിയിലൊന്നും കൊണ്ടുപോകണ്ടായിരിക്കും, പക്ഷെ അതായത് പറയും ആശുപത്രി കൊണ്ടുപോകണം, അവൾക്ക് ചെക്കപ്പിന് വേണം. ശരണ്യ നമുക്കേ ചേട്ടന് ഒരുപാട് പൈസ ഉണ്ടായിരുന്നില്ല, കടം ഉണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്, സന്തോഷം. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഹസ്ബൻഡ് വൈഫ് ജീവിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഒരു കൊതിയുമില്ല, ഒരു കൊതിയുമില്ല. അയ്യോ അവരങ്ങനെ ഞാനിങ്ങനെ, എനിക്ക് ഉള്ള സമയം ചേട്ടൻ്റെ വരുമാനത്തിനേക്കാളും അപ്പുറം കുറേ സിനിമയ്ക്ക് കൊണ്ടുപോയി വലിയ വലിയ ഡ്രസ്സ് മേടിച്ചൊന്നും അതൊന്നുമല്ല, സന്തോഷമായിട്ട് സ്നേഹിച്ചും നല്ല രീതിയിൽ തന്നെ നോക്കി തന്നെ മോളെ, മനസ്സിലായ. ജോലി സ്ഥലത്ത് ചെന്നിട്ട് പണി ചെയ്യുമ്പോൾ ആൾക്കാർ എപ്പോഴും സുമതിയും മോളും ആളുകൾ ചോദിക്കുന്നു ചേട്ടൻ്റെ അടുത്ത്, നിനക്ക് മാത്രമേ ഒരു ഭാര്യ മോളും ഉള്ളൂ എന്ന് ചോദിക്കുന്നു. അവരെയൊക്കെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. അധികം നാളെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത്രയും സ്നേഹം. അവിടെ ഏട്ടത്തിമാരൊക്കെ ഇവിടെ പൈസക്കാരെ ഗൾഫുകാരുടെ ഭാര്യ, അവരൊക്കെ പറയും ഒരു വലിയ വലിയ എഞ്ചിനീയർമാരുടെ ഭാര്യമാരെ നോക്കില്ല, അതുപോലെ രവി നോക്കണേ, പിള്ളേരില്ലാത്ത കാരണമായിരിക്കും അല്ലേ ഇത്ര അധികം സ്നേഹം. രാവിലെ എണീച്ച് ഒരു 4 മണിക്ക് ചായ കുടിക്കാൻ പോകും ആള്. റെയിൽവേ സ്റ്റേഷനിലെ ചായ ഭയങ്കര ഇഷ്ടമാണ്. കോട്ടയത്ത് താമസിക്കുമ്പോഴേ ആ പോകുമ്പോൾ നമ്മൾ ഉളന്ന് കിടക്കാവും. ഞാനും മോളൊരു കട്ടിലിൽ ചേട്ടൻ വേറെ കട്ടിലെടുക്കുക, എന്നെ പുതപ്പിച്ചിട്ടിട്ട് എൻ്റെ ചേട്ടൻ ഇറങ്ങിപ്പോണത്. ഞായറാഴ്ച ദിവസമല്ലേ കുറച്ചുകൂടി കിടന്ന് ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ എനിക്കുന്നതാണ് ഇന്നേ, ഞാൻ പക്ഷെ ഉളന്ന് കിടക്കാവും. അപ്പൊ ആ കെയറിങ് ആണ് ഞാൻ ചുരുക്കം പറഞ്ഞ. രാത്രി 12 മണിയാവുമ്പോ രണ്ടുപേരും കുഞ്ഞുങ്ങളെ മൂത്രമൊഴിക്കാൻ വിളിക്കണം, വരെ വിളിക്കുക ഞങ്ങളെ രണ്ടുപേരെയും. അങ്ങനെ ചേട്ടൻ്റെ ഒരുപാട് നിങ്ങൾ കേട്ട വിശ്വസിക്കില്ല, ഒരുപാട്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഈ 53 വയസ്സിനുള്ളിൽ പൈസ ഒരുപാടിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. നല്ല വെറുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. അച്ഛൻ മരിക്കണം അന്ന് തീർത്തും പറയുമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയായിരുന്നു. പക്ഷെ അമ്മ ധൈര്യം കൊടുത്തു, വേണ്ട ചേട്ടാ നമുക്ക് നോക്കാം. എന്നിട്ട് ഈ പലിശക്കാർ വരുമ്പോ വീട്ടിലോട്ട് വരുമല്ലോ, അപ്പൊ പറയും നിങ്ങള് മുതലേക്ക് 1000 രൂപ അല്ല, അന്നൊക്കെ 5000 7000 രൂപയൊക്കെ മേടിച്ചിട്ടുണ്ടാവുക. അതിന് 20,000 30,000 കാശ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും ഈ പലിശക്കാർക്കേ. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു വെക്കും, അച്ഛന് അവരോട് പറയും നിങ്ങൾക്ക് മാസം തോറും നിങ്ങളുടെ മുതല തരാം, പലിശക്ക് വരല്ലേ പറയും. അങ്ങനെ പറഞ്ഞു. പിന്നെ KSFBയുടെ ലോണിന്റെ അത് വന്നത് അത് പറയട്ടെ. അതില് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 2 വ്യക്തികളുണ്ട്. ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് കോഴിക്കോടുള്ള ബാബു കുടുംബം. അപ്പം പൈസ നമുക്ക് 90,000 രൂപ തൃശ്ശൂര് KSFBയുടെ വലിയ ഓഫീസിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ആ മാമനാണ് കണ്ടറിഞ്ഞ് ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ച്. അവള് വിളിച്ചിട്ട് പറഞ്ഞു എന്നോട്, ചേച്ചി വിഷമിക്കരുത്, അവരുടെ ഭാഷ എൻ്റെ പണ്ടൊക്കെ പണയം വെച്ചിട്ടായാലും ചേച്ചിക്ക് കാശ് കൊണ്ടെത്തിക്കുന്നു. നമുക്ക് നമ്മുടെ ബന്ധുക്കൾ ആരും ഉറപ്പ് പറയുന്നില്ല. ഞാൻ കൊറേ ഞങ്ങൾ അടച്ചോളാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രവിയുടെ കാശ് കിട്ടുമ്പോ തന്നാ മതിയെന്ന് ഒരാൾ ധൈര്യം പകരാൻ നമുക്ക് വേണ്ടേ. 3 മാസം പിടിച്ചു അച്ഛൻ്റെ കാശ് വരാനേ. കുറച്ച് കാശേ ഉള്ളൂ. അപ്പോഴത്തെ നമ്മളിതൊക്കെ തിരിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കുറെ എൻ്റെ അവസ്ഥയും വെറുതെ ഒക്കെ പറഞ്ഞ് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നല്ല ഇളവ് കിട്ടി, അത്ര കാശ് അടക്കേണ്ടി വന്നില്ല. ആങ്ങളുടെ മോള് 10 പവൻ കൊണ്ടു തന്നു. അതെല്ലാം കൂട്ടി അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു. ഭയങ്കര ഞാൻ പറയുന്ന സിനിമ നമുക്ക് പിടിക്കാം, അതുപോലെ നമ്മുടെ ജീവിതം കല്യാണം. പിന്നെ ഇവിടെ അല്ലേ അത് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം പറയേണ്ടി വരും. പലരും അത് വേറൊരു ഇതായിട്ട് ചിലപ്പോൾ എടുക്കേണ്ടി വരും. അമ്മയുടെ ലൈഫ് എന്നെ കുറെ കരയിപ്പിച്ചിട്ടുണ്ടായില് ഇവള്. ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും നല്ല സ്നേഹത്തിലാണ് ഇപ്പൊ. നല്ല മനോഹരമായ ഒരു പ്രണയം. പിള്ളേർക്ക് മറച്ചു വെക്കേണ്ട കേസൊന്നും ഇല്ലല്ലോ. മനോഹരമായ ഒരു പ്രണയമായിരുന്നു. കാരണം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അമ്മയുടെ സേഫ്റ്റിയാണ്. ഞാൻ അറിയാൻ പാടില്ലാത്തൊരുത്തനെ കല്യാണം കഴിച്ചിട്ട്, അമ്മേനെ കല്യാണം കഴിച്ചിട്ട് എന്തായാലും ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുപോകും, പിന്നെ അമ്മേനെ ആരും നോക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ. അപ്പോഴത്തേക്കും 17-18 വയസ്സൊക്കെ ആവുമ്പോ നമുക്കൊരു ആദ്യത്തെ വരുമല്ലോ ലവ്. അതപ്പോ വേറെ ആരെയും നോക്കിയില്ല, ഇങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. നല്ല അത് മനോഹരമായിട്ട് പോകുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കുത്തിത്തിരിപ്പിന്റെ കുറച്ച് ആശാന്മാരുണ്ടാവല്ലോ. അവള് ജോലിക്കാരി ആയടാ, ഇനി നിന്നെ വിലയൊന്നും ഉണ്ടാവൂല, ഇനി അവളെ ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല,
ഇപ്പോഴും ഉണ്ട്. അന്നത്തെ കാലത്തല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. അന്ന് കൂടുതലായിരുന്നു അത്. അവള് ജോലിക്കാരെ, കാരണം ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എനിക്കാണ് ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ നീ അവളുടെ അടിമയായിട്ട് നിൽക്കേണ്ടി വരും. പിന്നെ മമ്മിയും അനിയത്തിയും അനിയനും ഒക്കെ കെട്ടിപ്പുറക്കി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അവരെയും നോക്കണം, അമ്മേനെയും നോക്കണം. ആരാ പറയുന്നേ? കൂട്ടുകാരന്മാരോ ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ആരാ എന്നതാണെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരുന്നു. അപ്പം ഒരു ഇതിൽ ആളെന്നോട് പറഞ്ഞു, കല്യാണമൊക്കെ കഴിക്കാം, 1 വർഷം ജോലിക്ക് പോകാൻ പറ്റില്ല. മനോഹരമായിട്ട് എങ്ങനെ പോയോ അതേപോലെ ഞാൻ ആ ലൈഫ് അതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. അതെല്ലാവർക്കും പറ്റില്ല. ഇപ്പൊ ആദ്യം വിളിക്കുന്നത് ആ മോനെയാ, അമ്മ. അമ്മയുടെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉമ്മ വെച്ച് കാലുമേ തൊട്ട് തൊഴുതിട്ടാണ് പുള്ളിക്കാരന്റെ വൈഫും കുട്ടികളും ഇറങ്ങിപ്പോകുന്നത്. ആദ്യത്തെ ബന്ധാണെന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ അതുമ്മെ പിടിച്ചു തൂങ്ങി നമുക്ക് നിക്കാൻ പറ്റൂല. എനിക്ക് അപ്പോഴും എനിക്ക് വലുത് അത് വേറെ ആളെ നോക്കി വേറെ ആളെ അമ്മ പറയുമ്പോ ശരിക്കും പറയണം, ഒരു തമാശയൊക്കെ വേണ്ട, അതൊക്കെ അവർ കട്ട് ചെയ്തോളൂ. ഇതൊക്കെ അതൊന്നും ഞങ്ങൾ കട്ട് ചെയ്തില്ല. അത് ശരി, ഇവളെന്നോട് പറഞ്ഞ അങ്ങനെ കട്ട് ചെയ്യുന്ന അത് കഴിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഡീസൽ ലോക്കോ ഷെഡ് എന്ന് പറയും എറണാകുളത്ത്. എഞ്ചിന്റെ മാത്രം ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ്, എഞ്ചിന്റെ മാത്രം വർക്ക്ഷോപ്പാണത്. അപ്പോൾ ഞാൻ ഈ 18ാമത്തെ വയസ്സിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. 8 മാസം ജോലി കിട്ടി അച്ഛൻ മരിച്ചിട്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല, ഫൈനൽ ഇയർ ആണ്. ഫൈനൽ ഇയർ പൂർത്തിയാക്കാൻ 3 മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫൈനൽ പരീക്ഷ എഴുതാൻ ഈ നഖത്തിലൊക്കെ ഫുള്ള്, കോളേജാണല്ലോ, ഫുള്ള് നെയിൽ പോളിഷ് ഒക്കെ അടിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എന്നെ ഹോസ്റ്റലിലാക്കിയേക്കാം. രാജകീയമായി വളർത്തിയത് കേട്ടോ, അത് ഇതിന്റെ ഇടയ്ക്ക് പറയണം. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എൻ്റെ മോൾ അറിഞ്ഞിട്ടില്ല ഒരു ദുഃഖങ്ങളും. അവൾക്ക് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നെ അതുപോലെ നല്ലോണം നോക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അങ്ങനെ പപ്പയ്ക്ക് ലെറ്റർ എഴുതുമായിരുന്നു. പപ്പയ്ക്ക് മമ്മിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ, പപ്പയ്ക്ക് ലെറ്റർ എഴുതും. ഇവിടെ നല്ല കഷ്ടപ്പാടാണല്ലോ. പപ്പ അന്ന് അവിടെ ഇങ്ങനെ വാരി സമ്പാദിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയത്തിൽ പ്രാക്ടിക്കൽ ക്ലാസ്സിന് എനിക്കൊരു ബോക്സ് വേണമായിരുന്നു. ബോട്ടണി എടുത്തിരുന്നത്. അപ്പം നമുക്ക് അതിന് അന്ന് 1000 രൂപയുണ്ട്, നമ്മുടെ കയ്യിലില്ല, എടുക്കാനില്ല. പപ്പയ്ക്ക് ഞാൻ ലെറ്റർ എഴുതും, പപ്പ ഇതുപോലെ വീട്ടിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് പഠിക്കാനുള്ള ആവശ്യത്തിന് പൈസ അയച്ചിട്ട് അവിടുത്തെ മറുപടിയൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ട പൈസയും ഇല്ല. എന്നിട്ട് പിന്നെ എനിക്കത് വേറൊരു ബന്ധുവാണ്, എനിക്കിത് വേണം ഇല്ലാണ്ട് എനിക്ക് പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് വേണം. എന്നിട്ട് ചേർന്ന സന്തോഷ് മാമനാണ് അതിനുള്ള പൈസ അയച്ചെന്ന് മാമൻ വരുത്തിച്ചു തന്നു, എനിക്കത് വരുത്തിച്ചു തന്നു. പപ്പയ്ക്ക് ഇപ്പം പൈസ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് എനിക്കെന്ന് പറഞ്ഞിട്ട് ഒന്നും. പിന്നെ ഇവള് വന്നിട്ടില്ല, കഷ്ടതയായിരുന്നു. അനിയനെ ഭയങ്കര കഷ്ടതയായിരുന്നു. വർക്കൊക്കെ പോയി അവൻ അസുഖക്കാരനായി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മമ്മി ഇപ്പോഴും ബുദ്ധിമുട്ടേ ജീവിക്കണേ. മമ്മി ഫ്രൂട്ട്സ് കച്ചവടം ചെയ്താ മമ്മി ഇരിക്കുന്നത്. 2-3 കടയുണ്ട്, അതും കൂടെ പറഞ്ഞു കൊടുക്ക്. ഒരു കടയൊന്നും അല്ല, 2-3 കടയുണ്ട്. ഇങ്ങനത്തെ കട വെറുതെ പറയുമ്പോ ഫ്രൂട്ട്സ് വരുമാനമുണ്ട്. ഒരു വീടുണ്ടായിട്ടില്ല, വാടകയ്ക്ക് ഇരിക്കുക ഒറ്റയ്ക്ക്. അത് കോളേജിൽ നിന്ന് അങ്ങനെ ഞാൻ പോകും. ഞാൻ അമ്മേനെ അച്ഛൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കണത്. എനിക്കതൊരു സുഖമായിട്ട് തോന്നിയില്ല. അമ്മ അവിടെ നിൽക്കുകയാണ്, ഒരുവിധം എല്ലാ ജോലിയും അമ്മ തന്നെ ചെയ്യണം. എനിക്കെന്തോ ആ ഒരു പ്രായത്തിൻ്റെ എടുത്തുചാട്ടാണോ എന്ന് എനിക്കറിയില്ല. അവിടുന്നൊക്കെ പോകുന്നു. അല്ല, ഞാൻ അവിടുന്ന് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, കിട്ടുന്ന ജോലി ക്ലാസ് 4 ആയിട്ട് കയറുള്ളൂ, 3 മാസം കൂടെ ഉള്ളൂ ദിവ്യ, പരീക്ഷ എഴുതിയിട്ട് കയറിയാൽ മതി, അപ്പം നിനക്ക് ഗ്രേഡ് 3 കയറാം, ക്ലാസ് 3 കയറാം, നീ എക്സാം എഴുതിയിട്ട് പക്ഷെ എനിക്ക് ആ അത്രയും മാസം കൂടെ അമ്മേനെ നിർത്താനുള്ള താല്പര്യം എനിക്കുണ്ടായില്ല. ഞാൻ കിട്ടുന്ന വാടകയ്ക്ക് വീട് എടുത്തിട്ട് മാറുക, ഞാൻ കിട്ടുന്ന ജോലി ഞാൻ ചെയ്തോളാം, കക്കൂസ് കഴുകുന്ന ജോലിയാണോ ഞാൻ ചെയ്തോളാം, അമ്മേനെയും കൊണ്ട് എനിക്ക് മാറണം. അങ്ങനെ നിപ്പി ഞാൻ മാറി. എനിക്ക് അപ്പോയിൻമെന്റ് ഓർഡർ വന്ന ഉടനെ ഞാൻ ജോലിക്ക് കയറി. ഈ ജോലിക്ക് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ആണല്ലോ, ഈ നഖമൊക്കെ വളർത്തിയിട്ട് ഞാൻ നല്ല ഫാഷൻ മാതിരി പോവാണല്ലോ. അവിടെ ചെന്നിട്ട് ഉരയ്ക്കുന്നൊരു സാധനം എടുത്ത് തന്നു. ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഉച്ച കഴിഞ്ഞിട്ട് അന്ന് ഡ്യൂട്ടി എടുക്കണം. തന്നു കഴിഞ്ഞിട്ട് അണ്ടർ ട്രക്കിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ അണ്ടർ ട്രക്ക് ഏതാന്ന് എനിക്കറിയില്ലല്ലോ. ഈ എഞ്ചിൻ്റെ അടിയിൽ ഈ ചക്രങ്ങൾ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ലൈറ്റൊന്നും ഇല്ല. അവിടെ ചെന്നിട്ട് ചുരണ്ടിക്കോളാൻ പറഞ്ഞു. അതിനകത്തുള്ള ചെളിയും തുരുമ്പും മൊത്തം, കണ്ണ് കാണത്തില്ല, എവിടെയാ ചുരണ്ടുന്നതെന്ന് എനിക്കറിയത്തില്ല, ചുരണ്ടില്ല, എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇറങ്ങി വന്നു, കണ്ണിക്കൂടെയൊക്കെ ഇങ്ങനെ കണ്ണീര് വരിക. നമ്മൾ ഉദ്ദേശിക്കുന്ന പണി ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ നഖമൊക്കെ ഒടിഞ്ഞുപോയി. എന്റെ സങ്കടം അതാണ്. നഖം ഞാൻ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്ന എന്റെ നഖം അടുക്കളയിൽ പാത്രം പോലും കഴുകൂലായിരുന്നു.
ചോറ് വാരി കൊടുക്കായിരുന്നേ. ചോറ് വാരി തന്നിരുന്ന അമ്മ. പക്ഷെ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റക്ക് ആവാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നി. ട്രെയിനിന് പെയിന്റ് അടിച്ചിട്ടുണ്ടോ? എഞ്ചിന് അടിച്ചിട്ടുണ്ടല്ലേ? ഈ ഫ്ലാറ്റ് മൊത്തം പെയിന്റ് അടിച്ചത് ഞാനാ. ഈ മതിൽ അവിടെ നിന്ന് ഇവിടം വരെ പെയിന്റ് അടിച്ചത് ഞാനാ. ഇപ്പോഴും പെയിന്റ് കൊണ്ട് ഒരു ട്രെയിൻ അടിക്കാന്ന് എനിക്കാണോ? ട്രെയിൻ എഞ്ചിന്റെ ഇതിൽ ആ ഓറഞ്ച് കളർ പെയിന്റ്. നമുക്ക് അതൊക്കെയാണ് അപ്പോഴത്തെ ജോലി. ക്ലാസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പർ പോസ്റ്റ് ആണ്. ഓറഞ്ച് പെയിന്റ് തരും, അടിയോടടി, എവിടെയൊക്കെ അടിക്കുന്നു അവിടെയൊക്കെ അടിക്കും. ചൂട് എഞ്ചിൻ ഇങ്ങനെ നിർത്തി തരും, ഇങ്ങനെ ആവി വർക്കുണ്ടാവും. ചൂട് എഞ്ചിൻ. ഈ എഞ്ചിന് സൈഡിൽ 6 ഡോർ ഉണ്ടാവും, 6 ഡോറ്. അത് ഊരി അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും ഊരി പെറുക്കിക്കൊണ്ട് വന്ന് അത് കഴുകി ഡീസലിൽ കഴുകി തിരിച്ച് ഫിറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ജോലി. ആ വെയിറ്റ് ഉള്ള സാധനങ്ങളായിരിക്കും എല്ലാം. 18 വയസ്സേ ഉള്ളൂ കേട്ടോ. ആരോഗ്യമില്ല. 42 കിലോയോ 41 കിലോയോ ഉള്ളു അന്ന്. ഇതൊക്കെ പെറുക്കിക്കൊണ്ട് വരും. കുഞ്ഞു വെച്ചല്ലേ, എല്ലാവരോടും എനിക്ക് എല്ലാവർക്കും എന്നോട് സഹതാപമുണ്ട്. ബാക്കി എല്ലാവരും ആൻറ്റിമാരാ, ഞാൻ മാത്രമേ ഉള്ളൂ കല്യാണം കഴിയാത്ത കുഞ്ഞുകുട്ടി. എടുത്തിട്ട് ഈ കുനിഞ്ഞ് ഈ ഡോറിൻ്റെ ഇടയിൽ മൊത്തം അഴുക്ക് വീണുണ്ടാവും. അത് മൊത്തം നമ്മളൊരു തുണിയെടുത്ത് കോരി ഇങ്ങനെ എനിക്ക് മണ്ണേ എന്ന് പറഞ്ഞ് തലയെന്ന് ഇടിക്കും. മുകളിലത്തെ ഇതിൽ അങ്ങനെ മുറിയും, തലമുറിയും, സ്റ്റിച്ചിടും, കമ്പിയൊക്കെ കുത്തിക്കയറ്റും, ഇവിടെ സ്റ്റിച്ചിടും. എന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ആശുപത്രി കൊണ്ടുപോകും, സ്റ്റിച്ചിടും, തിരിച്ചു വരും. ഇതന്നെ പരിപാടി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സാറിന് അവിടുത്തെ ഒരു ചേച്ചി, ഓഫീസിലിരിക്കുന്ന ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ചേച്ചി പോയ ഒഴിവിൽ 6 മാസം ഞാൻ ആകെ ജോലി ചെയ്തിട്ടുള്ളൂ അവിടെ. 3 മാസം ഈ ജോലി ചെയ്തു, 3 മാസം ഓഫീസിൽ എഴുത്തുകുത്തുകൾക്കിരുന്നു. 6ാമത്തെ മാസം എന്നെ എക്സാമിന് വിളിച്ചു. ഗ്രേഡ് 3 എക്സാമിന് വിളിച്ച് ആ ഗ്രേഡ് 3 എക്സാം എഴുതിയിട്ടാണ് ഞാൻ പിന്നെ ഈ TT പോസ്റ്റിലോട്ട് വരുന്നത്. 6 മാസം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. അവരെല്ലാവരും പറഞ്ഞു കല്യാണം, പിന്നെ അങ്കിളുമാർക്ക് കല്യാണാലോചിക്കല് തുടങ്ങി. പിന്നെ കുഞ്ഞുകുട്ടിയാണല്ലോ, എല്ലാവർക്കും കല്യാണാലോചന വരുമല്ലോ, കല്യാണപ്രായമാണല്ലോ. അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു കിട്ടും ഒരാളുടെ അടുത്ത്. അരുൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, വീട്ടിലോട്ട് കല്യാണ പ്രപ്പോസലുമായിട്ട് വന്നോട്ടെ. ആൾക്കും ഇതേ വയസ്സ് തന്നെയാണ് കേട്ടോ, സെയിം പ്രായം. മോനെ അച്ഛൻ ഏറ്റവും നോക്കിയാണ്. അപ്പോഴാണ് ഞാൻ ഈ ട്രാജഡിയിൽ നിൽക്കണത്. ഞാൻ അതിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുന്ന സമയം. എനിക്ക് വേറെ ലൈഫിൽ ചിന്തിക്കാനൊന്നുമില്ല. എൻ്റെ പ്രയോറിറ്റി അമ്മയെ വിട്ട് ഞാൻ പോകൂല ഏത് ഇതിലാണെങ്കിലും. എന്നിട്ട് എന്നെ വീട്ടിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചിരിപ്പിച്ചു. അച്ഛൻ്റെ വീട്ടില് അമ്മേനെ നീ എങ്ങനെ നോക്കും, സുമേച്ചിനെ നീ ഈ കല്യാണം തീരുമാനിച്ചപ്പോ എനിക്കിത് മതി എന്ന് പറഞ്ഞ് പിടിവാച്ചി. ആൾക്കും പിടിവാച്ചി. കാരണം ഞാൻ ആലോചിക്കുമ്പോഴേ ഞാനൊരു തേപ്പുകാരിയായി പോത്തില്ല, അല്ലെങ്കിൽ ആദ്യത്തെ പ്രണയം പൊളിഞ്ഞ് അതിങ്ങോട്ട് പോന്നു, അടുത്ത ആളെയും പ്രണയിച്ചിട്ട് ആ ആളെയും ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു ആ ഒരു തോന്നൽ എനിക്ക്. അന്ന് തേപ്പുകാരി എന്നുള്ള വാക്കൊന്നും വന്നിട്ടില്ല, ഇപ്പോഴാണ് തേപ്പുകാരി വന്നേക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ വാക്ക് പറഞ്ഞിട്ട് ഇനി ഒരു മാറാന്ന് പറയും. മറ്റേതിന് റീസൺ ഉണ്ടായിരുന്നു. എനിക്കൊരു വർഷത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. 1 വർഷം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉണ്ടായി പോയാൽ എങ്ങനെ പോണ്ടാന്ന് പറഞ്ഞാൽ സ്ഥിരം ഞാൻ പോവാണ്ടിരിക്കേണ്ടി വരും. അച്ഛന്റെ ജോലിയാണ്. അരുണിന്റെ വീട് കൊല്ലം. അരുണിന്റെ അമ്മയാണ് അവിടെ അവിടെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അന്ന് അരുൺ ഇങ്ങനെ ഇരിക്കുന്നത് വളരെ ശോഷിച്ച് 23 വയസ്സുള്ള ചെക്കന് എന്തോരം ഉണ്ടാവും, ഹൈറ്റ് മാത്രം ഉണ്ട്. അപ്പൊ അമ്മയ്ക്കൊന്നും സമ്മതമാവുന്നില്ല, അച്ഛന്റെ വീട്ടുകാർക്ക് സമ്മതമാവുന്നില്ല. നിന്നെ ഇതിനു വേണ്ടിയിട്ടല്ല. അച്ഛന്റെ വീട്ടുകാർക്ക് അതും സമ്മതമായിരുന്നില്ല. അവര് ചോദിച്ചെന്റെ അടുത്ത് അവളോട് ചോദിക്ക് ചേച്ചി, അത് തന്നെ വേണോന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്കിവിടെ നല്ല നല്ല പ്രപ്പോസൽസ് വേറെ വരുന്നുണ്ട്. അഡ്വക്കേറ്റ്, നേവി എന്നുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വേണ്ട. പിന്നെ അയാളെ എന്നെയും ഫോൺ വിളിക്കപ്പോഴേ മനുഷ്യന് ഉറങ്ങാനൊന്നും സൈലുണ്ടാവില്ല. രാത്രി 12 മണി തൊട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും തുടങ്ങും. എറണാകുളത്ത് താമസിക്കുകയാണേ, ഒറ്റയ്ക്ക് ബാച്ചുലേഴ്സിന്റെ കൂടെ വിളിച്ചോണ്ടിരിക്കും. പിന്നെന്താ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ചേട്ടനെ പോലെ നല്ല കെയറിങ്. ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ വിചാരം ഞാൻ മരുമോളും ആള് മോനും ആണെന്നാണ്. ഞാൻ കേൾക്കുമ്പോ മിണ്ടാതിരിക്കുവോ, ഞാനാ മോള് ചേട്ടാന്ന് പറയും. അതുപോലെയാണ് ഇവിടെ ഉള്ളവർ. ഇവിടെ മിക്കവാർക്കും അമ്മയും മോനും ആണെന്നേ അറിയുള്ളൂ. ഞാൻ മരുമോളും. ഞാൻ വല്ലപ്പോഴും ജോലി കഴിഞ്ഞ് കയറി വരുന്ന ആളാണല്ലോ. പിന്നെ മോനെ എപ്പോഴും വിളിക്കണേ, മോനെ വിളിക്കണേ. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരു കുറ്റബോധം എന്ന് പറയാൻ ആയിട്ടില്ല. കാരണം എന്നെക്കാളും സ്നേഹത്തില് അമ്മേനൊന്നും എനിക്കത് മതി. എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മ ഒറ്റപ്പെട്ട് പോകരുത്. പിന്നെ ആളുടെ അമ്മ കല്യാണം കഴിഞ്ഞപ്പോ മോനെ നിങ്ങളങ്ങ് എടുത്തോന്ന് പറഞ്ഞ് തന്നതാണ്. കഴിയുന്നതിന് മുമ്പ് തന്നെ അവര് പറഞ്ഞു ഞാൻ തരിക. അപ്പൊക്കെ ഞാൻ വിചാരിച്ചു വെറുതെയാന്ന്. അവരൊറ്റയ്ക്ക് താമസിക്കണ അവിടെ ഒരു മോനെ അവരൊറ്റയ്ക്ക് താമസിക്കുക. എനിക്ക് 3 അമ്മമാരെ അങ്ങനെ കിട്ടി. അമ്മ, ഈ അമ്മ,
കൊല്ലത്തമ്മ സുമുവിന്റെ അടുത്ത് എടുത്തോ സുമു അങ്ങ് എടുത്തോ പറഞ്ഞു. അമ്മയ്ക്ക് അവിടെയും ദൈവം നല്ലൊരു മോനെ കൊണ്ടെത്തിച്ചു. ഇതാണ് ദിവ്യേച്ചിയുടെ 2 മക്കള്. പേരെങ്ങനെയാ? പൗർണമി. നിർണയ് സുന്ദർ. വല്ലാത്ത പേരാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആളുടെ അച്ഛന്റെ പേര് സുന്ദരേഷൻ എന്നാ. അപ്പൊ അമ്മയാണ് പറഞ്ഞത് നിർണയിന്റെ കൂടെ അച്ചാച്ചന്റെ പേരൂടെ ചേർക്കാൻ, ആളുടെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ പേര്. അങ്ങനെയാണ് ആ സുന്ദരേഷൻ എന്നുള്ളതിന്റെ സുന്ദർ നിർണയ് സുന്ദർ എന്ന് ചേർത്ത്. ചേച്ചി പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു മക്കൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇവർ 2 പേരും അപ്പുറം ഇപ്പുറം ഉണ്ടായിരുന്നു. കേട്ടിരുന്നു അമ്മ പറഞ്ഞത്? ആദ്യമായിട്ടാണ് കേൾക്കുന്നത്? ചിലതൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇവരെന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങക്ക്. ചില ഭയങ്കരമായിട്ട് ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. ഇപ്പൊ കേട്ടതല്ലേ? നിർണയം അവർക്ക് എന്റെ ലവ് സ്റ്റോറി അറിയാം. ഒന്നും അറിയത്തില്ലെങ്കിൽ ലവ് സ്റ്റോറി അറിയാം. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞു കൊടുത്തു. വേറൊരാള് പറയരുത്, ഞാനങ്ങ് പറഞ്ഞു തരും. അത് മറച്ചു വെക്കേണ്ട കാര്യത്തിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് നമ്മളൊന്നും മറച്ചു വെക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിലിപ്പോ കാരണം നമ്മളൊരു ഫാമിലി പോലെ നിൽക്കുമ്പോ വേറെ മൂന്നാമതൊരാള് പറഞ്ഞിട്ട് അറിയണ്ടല്ലോ. എന്തിനാ അത് ചിലപ്പോ വേറെ രീതിയിലായിരിക്കും. പക്ഷെ ഈ അപ്പൂന് ഈ റിലേഷൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞപ്പോ അപ്പു അറിഞ്ഞിണ്ടായില്ല. മമ്മി ആയിട്ടുള്ള റിലേഷൻ ഈ മമ്മി ആരാ, മമ്മി അമ്മയുടെ അനിയത്തിയാണോ എന്നൊക്കെ ഇവിടെ ഇടയ്ക്ക് വരും നിക്കൊക്കെ ചെയ്യേ. ഇപ്പൊ എനിക്ക് സുഖമില്ലാണ്ടായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അവള് ഇവിടെ അനിയത്തി. സാധാരണ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു അസുഖം എന്ന് പറയുമ്പോ സങ്കടം, വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീട് ഫുള്ളായിട്ട് ഡള്ളായിട്ടിരിക്കുമ്പോ ഇവിടെ ഞങ്ങളുടെ കല്യാണ വീടായിരുന്നു. 1.5 മാസം ഞാൻ അടുപ്പത്തുനിന്ന് സ്റ്റൗ ഇറക്കേണ്ടി വന്നിട്ടില്ല. ആൾക്കാരാണ് അച്ഛന്റെ വീട്ടുകാരും. ഇവിടെ വരെ അടിച്ചു പൊളിക്കാ പോവാ. അമ്മയ്ക്ക് അസുഖം ഉണ്ടെന്ന് അമ്മയ്ക്ക് ആലോചിക്കാൻ ഞങ്ങൾ ആരും സമയം കൊടുത്തിട്ടില്ല. പിന്നെ ഇവരെല്ലാരും പോയി കഴിഞ്ഞപ്പോഴാണ് ആള് എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടല്ലോ മോളെ, എനിക്ക് അവരെ കാണണം, എനിക്ക് ഇവരെ കാണണം. ഒരു കാര്യം പറയണ്ട്, എന്റെ ഈ 2 മക്കളെ കുറിച്ച് ഞാനൊരു ചെടി നട്ടു വളർത്തി, അതിലുണ്ടായ 2 പൂക്കളാണ്. അതോടുകൂടി എനിക്ക് കുഞ്ഞുങ്ങൾ 3 വർഷം ആയി. മോള് കൺസീവ് ആൻ ഇത്തിരി ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടാണ്, ആയുർവേദം തന്നെ കഴിഞ്ഞിട്ട്. അപ്പത്തേക്ക് ഇവിടെ ടെൻഷൻ തുടങ്ങിയില്ലേ, BP അങ്ങ് കേറിയില്ലേ. പ്രസവിച്ച് ഇങ്ങോട്ട് ഡോക്ടർ കൊടുന്നപ്പോ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു. എന്നിട്ട് എന്റെ കൂടെയുള്ള അച്ഛന്റെ വീട്ടുകാരൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എന്റെ ജീവിതം ഇപ്പൊ ധന്യമായി. ഇവൾക്ക് ഇപ്പൊ മാരിയാ കൊടുക്കുന്നേ 2 പേർക്കും. ഈ വയ്യാത്തോടത്തും കൈ അനക്കാൻ പാടില്ല. 6 മാസം അവർക്ക് പ്രായമുള്ളപ്പോ ജോലിക്ക് പോകും. 6 മാസം അവർക്ക് ജോലി. ഞാൻ പോയ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെയാണ് എന്റെ ഡ്യൂട്ടി. ചിലപ്പോ സർവന്റ് ഉണ്ടായിന്ന് വരില്ല, ചിലപ്പോ ഉണ്ടെങ്കിലും കുട്ടികളെ ഞാൻ അവരെ കൊണ്ട് നോക്കിക്കില്ല. ഞാൻ തന്നെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ രാത്രിയും പകലൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കണേ. ഇതുവരെ എത്തി. ഒരു 15 വയസ്സ് മോൾക്കാവുന്നവരെ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ 16 വയസ്സ് കഴിഞ്ഞു, 17 വയസ്സായി. അത് നടന്നു. ഇതാണ് നമ്മുടെ ദിവ്യയുടെ നല്ല ക്യൂട്ട് ഫാമിലി. അമ്മ പറഞ്ഞ പോലെ ലോക്കോ പൈലറ്റ് വരാതെ ഈ ട്രെയിൻ ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ കൊല്ലത്തെ അമ്മ അല്ലേ, കൊല്ലത്തമ്മ. ഇത് ഞങ്ങളുടെ അരുണ്. അപ്പം ഞങ്ങളുടെ അരുണായേ കേട്ടോ. നിങ്ങൾ ജീവിതത്തിൽ നിരന്തരം ആളുകളെ കാണുന്നതല്ലേ, നിരന്തരം. അപ്പം ഈ കഴിഞ്ഞിടയും മറ്റേ ഏറ്റുമാനൂരിൽ ആ പിള്ളേർ മരിച്ചത് ഒരു ലോക്കോ പൈലറ്റാണ് കണ്ടത്. എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അരുണ്? പിന്നെ ജീവിതത്തിൽ ഒരുപാട് കേസുകളല്ല. ആളുടെ ആദ്യത്തെ ലോക്കോ പൈലറ്റ് ആയിട്ട് ഫസ്റ്റ് ട്രെയിൻ എടുത്തതും ട്രെയിനിങ് സമയത്ത് ആദ്യം എറണാകുളം സൗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊഴുതോണ്ട് ഒരാൾ നേരെ കിടന്നു കൊടുത്തു. എറണാകുളം സൗത്തിൽ ആദ്യമായിട്ട് നേരിട്ട് കണ്ടത്. എന്താ കണ്ടെന്ന് കണ്ടില്ല, നമ്മുടെ വണ്ടി പാസ് ചെയ്ത് പോയി. നമ്മുടെ വണ്ടിക്ക് ആള് സൂയിസൈഡ് ചെയ്തു. ഫസ്റ്റ് ട്രെയിനിങ് തുടങ്ങുന്ന സമയം ഫസ്റ്റ് വണ്ടി. അതായത് ലോക്കോ പൈലറ്റ് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു കാര്യം, കാരണം അവർക്ക് അതിനുശേഷം ഒരു മനസാന്നിധ്യം വേണം. അതോട് നമ്മൾ പേടിച്ചു തൂറുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അയ്യോ അങ്ങനെയൊക്കെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞില്ല, നമ്മളെപ്പോഴും ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് എനിക്ക് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാനില്ല. പക്ഷെ ഇന്ന് നമ്മളൊരു പൊസിഷനിൽ നിന്നിട്ട് നമുക്ക് ഇന്നതായിരുന്നു എന്ന് പറയുമ്പോൾ ഓ ശരിയല്ല. അതാണ് ഇൻസ്പിറേഷൻ സ്റ്റോറി എന്ന് പറയുന്നത്. ഒരാളുടെ A to Z എന്നെ അറിഞ്ഞിട്ട്, എൻ്റെ ഈ പ്രണയം വരെ അറിഞ്ഞിട്ട് എന്നെ കല്യാണം കഴിച്ച ഒരാളാണ്. പ്രണയം വരെ ഒന്നും പറയണ്ട, അതൊരു രസമുള്ള രാസം അല്ല. ചിലവർക്ക് പിന്നെ സംശയരോഗം വരാലോ. ചെറിയ പ്രായത്തിൽ ചെറുപ്പത്തിൽ എല്ലാവർക്കും ഉള്ളതല്ലേ കാര്യങ്ങൾ. അതെ 18 വയസ്സ് തികഞ്ഞ് 2 ദിവസം. അമ്മ 18 ആവണമെന്നില്ല പ്രണയിക്കാൻ. അല്ല, ജോലിക്ക് അതെ, അമ്മ പറഞ്ഞു ജോലിക്ക് കയറിയിട്ട് പ്രണയം. അപ്പൊ ഞാൻ പറയാം പിന്നെ കൊച്ചല്ലേന്ന്. അരുൺ ചേട്ടനെ ഉണ്ടായിരുന്നു അന്നേരം?
ആ എല്ലാവർക്കും ഓരോരുത്തരെ ഇഷ്ടം ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവും. ലെറ്റർ കിട്ടിയിട്ട് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ബാഗിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയിട്ട് പിന്നെ അരുണിന് ഒരു ഭാഗ്യം ഉണ്ടാവാണ്ട് പോയത് എന്റെ അച്ഛന്റെയും പപ്പയുടെയും കൂടെ ഒന്നും കൂടാൻ പറ്റിയിട്ടില്ല. അത് ആ സങ്കടം ഇപ്പോഴും പറയും. സ്നേഹം നമ്മള് രണ്ടുപേരും അച്ഛന്മാരും മരിച്ചിട്ടാണല്ലോ ജോലിക്ക് കയറിയത്. പപ്പയും 6 മാസം കഴിഞ്ഞപ്പോ മരിച്ചു. അപ്പോൾ അവരുടെ കൂടെ ഒന്നും ഇരുന്നിട്ട് കുപ്പി പൊട്ടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് നല്ല മരിച്ചേര്. ഞാനേ ഈ മോനോട് ചോദിക്കണം നോക്കി, ഈ ചെറിയ പ്രായത്തിലൊക്കെ കാത് കുത്തിയെന്നു. അങ്ങോട്ട് നോക്കിയപ്പോ ഞാൻ ആ ചോദ്യമേ വേണ്ട. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഒരു കോമഡിയും കൂടെ ഉണ്ട്. സ്കൂളിൽ അലൗഡ് അല്ല. അപ്പൊ ഇവിടെ പിന്നെ ഇവരുടെയൊക്കെ 7ാമത്തെ വയസ്സിൽ ഇവരുടെ ഫാമിലിയിൽ എല്ലാവരും കാതുകുത്തുന്നതാണ്. അപ്പൊ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോനെ വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ എഴുതി കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ കുത്താ. ലെറ്ററും കൊണ്ട് ചെന്ന ആളാരാ? ടീച്ചർ ലെറ്റർ അച്ഛനെ ഇങ്ങനെ മോൻ പറഞ്ഞല്ലേ കുത്തിയിട്ട് സാരമില്ല പോലെ. ഭീമല തട്ടാനോട് പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യന് ഇനി ഈ വഴിക്ക് വരുവാണെങ്കിൽ എന്റെ നമ്പർ കൊടുത്തു വെച്ചിട്ടുണ്ട്, ഇനി കുത്തിക്കല്ലേ ചേട്ടാ. അത് ആ ചേട്ടനും ഈ ചേട്ടനും ഭയങ്കര കൂട്ടാണ്. ഓരോ ചലലിനും ഓരോ കുത്തലാ. ദിവ്യം കുത്തിയിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ഞാൻ ഊരി വെച്ചേക്കാം, ഒരെണ്ണം ഉണ്ട്, അത് ഊരി വെച്ചേക്കാം. എന്താണെങ്കിലും ഈ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ. ഒരേ സമയം ഞാൻ കുറേ അധികം സങ്കടപ്പെടുകയും എന്നാൽ ഇപ്പോൾ പോകാൻ നേരത്ത് അത്രയും സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. കണ്ണ് തട്ടാതിരിക്കട്ടെ. താങ്ക് യു. ഇവിടെ വന്നതിന് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ താങ്ക് യു അങ്ങോട്ട് പറയേണ്ടത്. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ഫാമിലിന് ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ ലോകം വളരെ, അതായത് ഞങ്ങളുടെ ഫാമിലി ഇങ്ങനത്തെ കഥകളൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് ആർക്കും അറിയില്ലല്ലോ. ഈ അമ്മ പറഞ്ഞൊരു ഇതുണ്ട്, അമ്മയെന്ന് വിളി കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അമ്മ അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞില്ലേ ഉടുപ്പലക്കി ഇട്ടെന്ന്. അത് അതാ പറഞ്ഞ അതൊരു ഭയങ്കര പെയിൻഫുൾ. അത് ഇന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതൊരു പ്രചോദനം ആവട്ടെ, അവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന എടുക്കട്ടെ. ഇത് മുഴുവനും ഞാന് ഒരു വലിയൊരു ഒറ്റ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ തെങ്ങുകൾ നിറയുണ്ട്. ഒരു തെങ്ങുമ്പോൾ ഒരു തെങ്ങ്. അപ്പൊ വഴി കൂടെ പോണവർ കാണുമല്ലോ, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടി. സുമതിക്ക് ഒരു കുട്ടിയായി. അതാണ് വേണ്ടത്. കുറെ ഫ്രോക്കുകളുണ്ട്. ഈ ഫ്രോക്ക് മുഴുവൻ നിരത്തിയിടും ഞാൻ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എനിക്കന്ന് മലയാളം അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ നേരെ കൊണ്ടുവന്ന് ചേർക്കുന്നത് 1ലോട്ടാണ്. വെക്കേഷനാണ് ഞാൻ വരുന്നത്. 1ാം ക്ലാസ്സില് ആ എക്സാമിന് ഞാൻ ഫസ്റ്റ് മേടിച്ചു എന്നുള്ളതാണ്. 15 ദിവസം കൊണ്ട് ഈ വിദ്വാനത്തി എന്നെ പഠിപ്പിച്ചുണ്ടാക്കി. മലയാളവും ഒന്നും അറിയണ്ടായിരുന്നില്ല, അവിടെ പഠിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോ എല്ലാ സബ്ജക്റ്റിനും ഞാൻ ഫസ്റ്റ് 50-ൽ 50. മലയാളത്തിന് വരെ ആ 15 ദിവസം കൊണ്ട് എന്നെ മലയാളത്തിന്റെ ഗുരുവാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് തോറ്റു പോയിട്ടില്ല. അപ്പം ശരി, സന്തോഷം.